ഹായ് ഫ്രണ്ട്സ്, പലപ്പോഴും നമ്മൾ വെണ്ടയ്ക്ക കറി വെക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയല്ലേ. എന്നാൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഈ കുഞ്ഞൻ പച്ചക്കറിയിൽ ഒളിഞ്ഞിരിക്കുന്ന സൂപ്പർ പവറുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം വെണ്ടയ്ക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും അത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില രഹസ്യങ്ങളെക്കുറിച്ചുമാണ്. ഈ പച്ചനിറത്തിലുള്ള നീളമുള്ള പച്ചക്കറിക്ക് പല സ്ഥലങ്ങളിൽ പല പേരുകളുണ്ട്. ലേഡീസ് ഫിംഗർ എന്നും ഓക്ര എന്നുമൊക്കെ അറിയപ്പെടുന്നു. മലയാളത്തിൽ ഇതിനെ വെണ്ട എന്നും പറയുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇത് നാരുകൾ, അതായത് ഫൈബർ കൊണ്ട് സമ്പന്നമാണ് എന്നതാണ്. വെണ്ടയ്ക്ക കഴിച്ചാൽ കിട്ടുന്ന പ്രധാനപ്പെട്ട 4 ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. പ്രമേഹം നിയന്ത്രിക്കുന്നു. വെണ്ടയ്ക്കയിലെ പ്രത്യേകതരം നാരുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പ്രമേഹ രോഗികൾക്ക് ധൈര്യമായി കഴിക്കാവുന്ന ഒന്നാണിത്. 2. ദഹന വ്യവസ്ഥയ്ക്ക് ഉത്തമം. ഇതിലടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള ഫൈബർ ദഹനത്തെ എളുപ്പമാക്കുകയും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു. വയറിന് വളരെ നല്ലതാണ് ഈ പച്ചക്കറി. 3. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു. വെണ്ടയ്ക്കയിലുള്ള പെക്റ്റിൻ എന്ന ഘടകം ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് ഹൃദയാഘാത സാധ്യത കുറയ്ക്കാൻ നല്ലതാണ്. 4. കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. വെണ്ടയ്ക്ക വിറ്റാമിൻ എയുടെ നല്ലൊരു ഉറവിടമാണ്. ഇത് കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. പാചക രീതികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. ഇനി വെണ്ടയ്ക്ക എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ കഴിക്കേണ്ടതെന്ന് നോക്കാം. എണ്ണയിൽ വറുത്തെടുക്കുന്ന വെണ്ടയ്ക്ക, മെഴുക്കുപുരട്ടി, സാമ്പാറിലെ വെണ്ടയ്ക്ക, തൈര് ചേർത്ത വെണ്ടയ്ക്ക കറി എന്നിവയെല്ലാം വളരെ രുചികരമാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്നതിന് മുൻപ് നന്നായി കഴുകി ഈർപ്പമില്ലാതെ തുടച്ച് ഉണക്കുക. എങ്കിൽ കറി വെക്കുമ്പോൾ സാധാരണ കാണുന്ന വഴുക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞൻ വെണ്ടയ്ക്ക വെറുമൊരു കറി വെക്കാൻ മാത്രമല്ല, ആരോഗ്യത്തിന്റെ ഒരു വലിയ നിധി കൂടിയാണെന്ന് മനസ്സിലായല്ലോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ആരോഗ്യ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു പച്ചക്കറിയുടെ രഹസ്യങ്ങളുമായി ഞാൻ വരാം.